നീതിപീഠത്തിന്റെ സുരക്ഷ സന്യസ്തർക്കന്യമോ? ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ജീവനേക്കാൾ ജീവനായ രാജ്യം എന്ന് പാടി വളർന്നവർ വിശുദ്ധമായ സന്യാസ വസ്ത്രം ധരിച്ചപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ഉറപ്പിച്ച അവകാശങ്ങൾ സ്വീകരിക്കാൻ അയോഗ്യരായതിൻ്റെ ഏറ്റവും പുതിയ പാഠമാണ് നമ്മുടെ സഹോദരിമാർ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടത്. തൊഴിൽ തേടിയെത്തിയ പാവപ്പെട്ടവനെ തൊഴിലിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോലും അവകാശമില്ലാത്തവരാണോ സന്യസ്തർ? സിന്ദൂരക്കുറി അണിഞ്ഞവരും പർദ്ദ ധരിച്ചവരുമായ സ്ത്രീകൾക്ക് ആരുടെയും കൂടെ യാത്ര ചെയ്യാമെങ്കിൽ, പൊതുയാത്രാ മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ, ഭാരത സ്ത്രീകളായി ഞങ്ങൾ സന്യസ്തർക്ക് അത് നിഷേധിക്കപ്പെടുന്നതും അതിനെ മതപരിവർത്തന വേദിയായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതും അവകാശ നിഷേധമല്ല. മതപരിവർത്തനം നടത്താൻ ഞങ്ങൾ എന്തിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവങ്ങളുടെ ഗ്രാമങ്ങൾ തേടണം? ഇവിടെ ഈ കേരള മണ്ണിൽ ലക്ഷക്കണക്കിന് ആളുകൾ സന്യസ്തരായി ഞങ്ങളുടെ സേവനങ്ങൾ തേടുന്നില്ലേ? മതപരിവർത്തനമോ സ്വാർത്ഥതയോ അധികാരമോഹമോ അല്ല ഞങ്ങളുടെ സേവന വഴികളെ, സുവിശേഷ വഴികളെ നയിക്കുന്നത്. അത് മനുഷ്യ സ്നേഹമാണ്, സേവനമാണ്. അതാണ് ഞങ്ങൾ സമർപ്പിതരുടെ മണവാളൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഇനിയും നന്മ ചെയ്യും, ഇനിയും ഞങ്ങൾ ക്രൂശിക്കപ്പെടും. അതാണ് ഞങ്ങളുടെ സമർപ്പണം, അതാണ് ഞങ്ങളുടെ സന്യാസം. ഞങ്ങൾ ഒരിക്കലും മാളങ്ങളിൽ ഒളിക്കില്ല. ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളുടെ സാക്ഷ്യം. ലോകമെങ്ങും ക്രിസ്തു സന്ദേശം നൽകും. അത് മതത്തിൻ്റെ സന്ദേശമല്ല, സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ്.